Hello, good afternoon. Good afternoon, ma'am. മൂന്നുപേരുണ്ടായിരുന്നല്ലോ ക്ലാസ്സില്? മൂന്നുപേരുള്ളായിരുന്നോ? മിക്കവാറും നിങ്ങൾ മാത്രം ഉണ്ടാവാറുള്ളൂ അല്ലേ ക്ലാസ്സില്? വായിച്ചു നോക്കിയോ ക്ലാസ് കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വായിച്ചു നോക്കിയാ? വായിച്ചു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്നത്. കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ 8ാമത്തെ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ഹോസ്പിറ്റൽസിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നതിന് കുറച്ച് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നെസസറി ആണ്. അത്തരം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ 8 നമ്മൾ പരിചയപ്പെട്ടു. 8 ഡിഫറെന്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. ഏതൊക്കെയായിരുന്നു അത്? ക്ലിനിക്കൽ ലബോറട്ടറീസ് വായിച്ചു പറഞ്ഞൊന്ന്. സൗണ്ട് കേൾക്കട്ടെ ഇടയ്ക്കിടയ്ക്ക്. ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോളജി, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സോഷ്യൽ വർക്ക്, ഫിസിയോതെറാപ്പി, ഫാർമസി. ഇവിടെ വരെ 8 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഫങ്ഷൻസ് ആണ് എന്താ പറയാ സർവീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ രീതിയിലുള്ള ഫങ്ഷൻസ് ആണ്. ഇപ്പൊ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSPയുടെ ഫങ്ഷനിങ് അല്ല ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. ഓരോന്നിനും അതിൻ്റെതായ ഫങ്ഷൻസ് ആണ്. എല്ലാത്തിനും ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. ഈ എല്ലാ ഡിഫറെന്റ് ഫങ്ഷൻസും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വെൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. വിത്തൗട്ട് ദീസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് എ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ കനോട്ട് വർക്ക് അല്ലെ? ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ട സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഇല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കില്ല. ഇപ്പൊ എന്താ പറയാ റേഡിയോളജി വിഭാഗം ഇല്ല ഹോസ്പിറ്റൽസില്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റൽസിലേക്കോ അതിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്കോ ഓഫ് സൈറ്റിലേക്കോ അവരെ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതിന് ടൈം എടുക്കും. മാത്രമല്ല അത് വേറെ എക്സ്ട്രാ കോസ്റ്റ് ആണ്. അപ്പൊ ഒത്തിരി അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും ഒരു ഹോസ്പിറ്റൽ വലിയൊരു എന്താ പറയാ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അതിനകത്ത് അതിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവര് ശ്രമിക്കും, ട്രൈ ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ അവരെടുക്കും. അപ്പൊ ദീസ് ഓർഗനൈസേഷൻ ഷുഡ് പ്രോപ്പർ ഫങ്ഷൻ. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമാണ് ഒരു ഹോസ്പിറ്റലിനെ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഫാർമസിയുടെ പ്രത്യേകത എന്താണ്? ഫാർമസിയിൽ മരുന്ന് മാത്രമാണോ കിട്ടാം? ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ ഫങ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് ഓൺലി മെഡിക്കേഷൻ ആണോ? മെഡിക്കേഷൻ ഇൻസ്ട്രുമെന്റ്സും കിട്ടും അല്ലേ? not only provides medication for the patients but also other drugs അല്ലെ? മറ്റ് ഡ്രഗ്സും ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു ഹോസ്പിറ്റലിന്റെ സർജറീസിനും പ്രൊസീജിയേഴ്സിനും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനും ഉപയോഗിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റുകളൊക്കെ ആവശ്യമുണ്ടോ അതും ആ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കും, ഇൻക്ലൂഡിംഗ് ദ ഡ്രഗ്സ് കേട്ടോ. അപ്പൊ മരുന്നുകൾ കൊടുക്കുക മാത്രമല്ല ഇത്തരം കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് അതർ ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് അവിടെയുള്ള മരുന്നുകളും മറ്റ് മരുന്നല്ലാതെ ഉപയോഗിക്കേണ്ട നമ്മുടെ എന്താ പറയുക മരുന്നിന് പകരം തന്നെ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ മരുന്നിനെ പോലെ തന്നെ ഉപയോഗിക്കേണ്ട കുറെ ചില വസ്തുക്കളൊക്കെ ഉണ്ടല്ലേ, അതിനെയാണ് ഫാർമസ്യൂട്ടിക്കൽസ് വിളിക്കുക. ഉദാഹരണം എന്താ പറയാ മാസ്ക്, അതായത് മാത്രമല്ല ഈ
നെബുലൈസേഷൻ പ്രക്രിയയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടേ അതിനുള്ള മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒരു ഫാർമസിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അത് പർച്ചേസ് ചെയ്യണം, സപ്ലൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, അകത്ത് കിടക്കുന്ന രോഗികൾക്കും പുറത്തുള്ളവർക്കും മരുന്ന് ഡിസ്പെൻസ് ചെയ്യുക. പിന്നെ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി, ക്ലിനിക്സിൽ ഉള്ള അതുപോലെ തന്നെ അവരുടെ ക്ലിനിക്കിലും അതുപോലെ വാർഡുകളിലേക്കും ഒക്കെ ഫാർമസി അവൈലബിൾ ആയിരിക്കും ഓരോന്നിനും. അതായത് വാർഡിൽ കിടക്കുന്നവർക്ക് ഓരോ എന്താ പറയാ സമയത്ത് കൊടുക്കേണ്ട മരുന്നുകൾ ഫാർമസിയിൽ നിന്നായിരിക്കും ഇൻപേഷ്യൻസിന് കൊട്ടെത്തിക്കുക. അപ്പൊ ആ ഓരോ വാർഡിന്റെ മുമ്പിൽ ഓരോ ചെറിയ ഫാർമസി പോലെ ഉണ്ടായിരിക്കും, മെയിൻ ഫാർമസി അല്ല. അപ്പൊ ഇവിടെ അതാത് സമയങ്ങളിൽ ഇപ്പൊ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യേണ്ട മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കുക. അവിടെ ഇൻപേഷ്യൻസിനാണ് ഉദ്ദേശിക്കണേ. പിന്നെ ഡോക്ടേഴ്സ് യൂഷ്വലി ഗെറ്റ് സ്പെസിഫൈഡ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി. ഈ ഫാർമസിയില് ഒരു എന്താ പറയാ ഗൈഡ് പോലെ, ഫാർമസിയിൽ നിന്ന് ഒരു ഗൈഡ് പോലെ എന്തൊക്കെ ഫാർമസി ഐറ്റംസ്, മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഫാർമസിയിൽ അവൈലബിൾ ആണെന്ന് ഫാർമസിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ലിസ്റ്റ്, ഒരു സെറ്റ് പ്രൊസീജിയേഴ്സ് അവർക്ക് ഡോക്ടേഴ്സിന് കിട്ടും. അതനുസരിച്ചായിട്ടും റെഫർ എന്താ പറയാ മരുന്നുകളൊക്കെ അവര് ഇൻസ്ട്രക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാം അടുത്തത് 2-3 കൂടി ഉള്ളൂ. ഏതിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആ ചാപ്റ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ അബ്രീവിയേറ്റ് ചെയ്യുന്നത് MRD ആണ്. With their handles, this department handles and the recording and maintaining of all records. ഒരു ഹോസ്പിറ്റലിന് കുറെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ്സ് ആയിട്ടോ ഫയൽസ് ആയിട്ടോ ഒക്കെ സൂക്ഷിക്കുക. അവിടെയുള്ള ഇൻപേഷ്യൻസ് ആസ് വെൽ ആസ് ഔട്ട് പേഷ്യൻസ്, ഇൻപേഷ്യൻസ് ആയിട്ട് കിടക്കുന്ന രോഗികൾക്കും അതുപോലെ തന്നെ വന്നു പോയി നിൽക്കുന്ന ഔട്ട് പേഷ്യൻസ് ആയിട്ടുള്ളവരുടെ എല്ലാം റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവരുടെ പേര്, മറ്റു വിവരങ്ങൾ, അവരെന്ത് രോഗത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ഇന്ന് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കമ്പ്യൂട്ടേഴ്സിൽ ഫയൽസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇഫ് യു ആർ ഗിവിംഗ് അവർ ഔട്ട് പേഷ്യന്റ് നമ്പർ, നമുക്ക് തന്നിരിക്കുന്ന ഔട്ട് പേഷ്യന്റിന്റെ അഡ്മിഷൻ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ they can retrieve data at any time. ഈ പേഷ്യൻസ് എപ്പോഴാണ് ഹോസ്പിറ്റൽസിൽ വരുന്നോ നമ്മൾ ആ OP നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എപ്പോ വേണമെങ്കിലും നമ്മളെ കുറിച്ചുള്ള ഡാറ്റ റിട്രീവ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് അതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ എളുപ്പം, വിത്തൗട്ട് എനി ടൈം കൺസ്യൂമിങ്, വലിയ സമയമൊക്കെ നമുക്ക് കളയാതെ കാര്യങ്ങളൊക്കെ വേഗം നീക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പേഷ്യൻസിന്റെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവിടെ ശേഖരിച്ചിരിക്കണ്ടേ. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഫയലുകളായിട്ടൊക്കെ സൂക്ഷിച്ച് തന്നെ വെച്ചിരുന്നത്. ഓരോ പേഷ്യൻസിന് ഓരോ ഫയൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽസിന്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എന്താ പറയാ കുറെ റാക്സിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും, റാക്കുകളിൽ. അപ്പൊ ഈ റാക്കുകളിൽ ഇങ്ങനെ പേരും വിവരങ്ങളൊക്കെ ഇങ്ങനെ എഴുതി അവര് ഇത്ര നമ്പർ മുതൽ ഇത്ര വരെ ഉള്ളത് ഒരു റാക്കില്, അടുത്ത റാക്കില് അതിന്റെ തൊട്ടടുത്ത നമ്പർ മുതൽ ഒരു സ്പെസിഫിക് നമ്പർ വരെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ആവശ്യമില്ല. ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലവും സമയവും ഒക്കെ ലാഭിക്കുന്ന രീതിയിൽ ഈ ഫയൽസ് എല്ലാം നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ മാത്രമല്ല ഇറ്റ് ഈസ് ഈ ഹോസ്പിറ്റൽസിന്റെ ഈ പറയുന്ന റെക്കോർഡ്സ് അവർക്ക് എന്താ പറയാ റെഫറൻസ് പർപ്പസിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ പർപ്പസിന് എന്തെങ്കിലും കാര്യത്തിലെ കുറിച്ചിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും അവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങളുടെ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാനോ ഒക്കെ അവർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. റെക്കോർഡ് വിൽ ഹെൽപ് ദം. ആ റെക്കോർഡ്സ് അവരെ അതിനെ സഹായിക്കും എന്നുള്ളതാണ്. സോ ഫാർമസി ഈസ് ഇൻ ചാർജ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൾ ദ റെക്കോർഡ്സ് ഓഫ് ഇൻപേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇൻപേഷ്യൻസിന്റെയും ഔട്ട് പേഷ്യൻസിന്റെയും എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ഷുഡ് ബി ഓൾവേസ് ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ. ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം. സ്റ്റക്ക് ആകാൻ പാടില്ല. എപ്പോഴും സ്റ്റക്ക് ആകുക, ഏതെങ്കിലും സിസ്റ്റം സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പറേഷൻസ് സ്റ്റക്ക് ആവും. അതെവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രം നോക്കണ്ട. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ഡയഗ്നോസിസ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റേഡിയോളജി വിഭാഗത്തിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലാബിലോ എന്തെങ്കിലും പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ സഡൻലി അവിടെ അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കുക. അത് സമയാസന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ
അഫക്ട് ദ പ്രൊസീജിയർ അല്ലെ, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ തടസ്സങ്ങൾ വരും, അവിടെ എല്ലാം ലാഗ് ആകും, എല്ലാം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയ പോലെ എല്ലാം സഡൻ ആവും. അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞാൽ അടുത്തത് അതിന്റെ റിസൾട്ട് വന്നാലാണ് പേഷ്യന്റിന് ബാക്കി ഫർദർ ട്രീറ്റ്മെന്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ അവിടെ ലാഗായി പോകും. അതുപോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റൽസിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ യൂസ് മെനി മെഷീൻസ്, പല തരത്തിലുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദീസ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഷുഡ് പ്രോപ്പർലി വർക്ക്. അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഹോസ്പിറ്റലിൽ പെർഫോം ചെയ്യുള്ളൂ, കറക്റ്റ് ആയിട്ട് അതിന്റെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആകുള്ളൂ. സോ ദിസ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് മീൻസ് ദ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് they have to make sure that all the മെഷീൻസ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ആയിക്കോട്ടെ മറ്റ് മെഷീൻസ് ആയിക്കോട്ടെ എല്ലാം തന്നെ പെർഫെക്റ്റ് കണ്ടീഷനിലാണെന്ന് അവര് ഉറപ്പുവരുത്തണം. അതിന്റെ പെർഫോമൻസും റിപ്പയേഴ്സും റീപ്ലേസ്മെന്റ് ഓഫ്, ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി അതിനെ നമുക്ക് ഇനി റിപ്പയർ ചെയ്തിട്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ദേ ഹാവ് ടു റീപ്ലേസ് ഇറ്റ്. അതിനെ മാറ്റിയിട്ട് വേറെ ഒരു മെഷീൻ അതിന് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആക്കണം. പിന്നെ എയർ കണ്ടീഷനിങ് യൂണിറ്റിലോ പ്ലംബിങ്ങിലോ എന്ത് സ്റ്റീൽ വർക്ക്സ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്കുകൾ വന്നാൽ അതൊക്കെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായിട്ട് അത് ബാധിക്കും. അപ്പൊ ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ്സ് മെഷീൻസ് വെദർ ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഓർ നോട്ട്, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, സ്റ്റീൽ വർക്ക്സ് പ്ലംബിംഗ് വർക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ടൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ? മെയിൻ്റനൻസ്, മെഡിക്കൽ ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത് മനസ്സിലായോ? Then next one, purchasing department, or the other name is material management. Purchasing department ആണ്. അതായത് this department is responsible for purchasing all the supplies and equipments. അതായത് ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും, എന്ത് ഉപകരണം ആയിക്കോട്ടെ, മരുന്നുകളെല്ലാം അത് ഫാർമസിയിലാണ്. അത് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് പർച്ചേസ് ചെയ്യേണ്ടത് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിൽ വേണ്ട എല്ലാ സപ്ലൈസും എക്യുപ്മെന്റ്സും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. സിംപ്ലി അത്രയേ ഉള്ളൂ നമുക്ക് അറിയാനായിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് IT. ഈവൻ ഇൻ ദിസ് മോഡേൺ വേൾഡ്, നമുക്കറിയാം ഇതൊരു നമ്മൾ വസിക്കുന്നത് ഒരു മോഡേൺ വേൾഡിലാണ് അല്ലെ, 21st century ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഓൾ ഹോസ്പിറ്റൽസ് ടുഡേ യൂസ് കമ്പ്യൂട്ടേഴ്സ്. അതായത് ഹ്യൂമൻ വർക്കിനേക്കാൾ കൂടുതൽ ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് എന്താണ് പറയുക, കമ്പ്യൂട്ടേഴ്സ് ആണ് ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് അല്ലെ. പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാൻ, പേഷ്യൻസിന്റെ പേരുകളൊക്കെ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ അവരുടെ ID നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുമെന്നാണ്. അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഈസി, വെരി ഈസി ആണ്. കാരണം ഇൻഫർമേഷൻ ടെക്നോളജി IT എന്ന് പറയുന്നത് ഇന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഇനി ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട്. ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആർക്ക്? മെഡിക്കൽ കെയർ സിസ്റ്റത്തിന്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനെ വെൻ റിക്വയർഡ് അപ്ഡേറ്റ് ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ എന്താ പറയാ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ സിസ്റ്റം ഫെയിൽ ചെയ്താലും വെൻ സിസ്റ്റം ഫെയിൽസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷന്റെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റം കുറച്ച് ഫെയിൽ ആകുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ പവർ സപ്ലൈ ചെയ്തുകൊണ്ടോ എന്താണെങ്കിലും നമുക്കതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് സമയങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇന്ന് nowadays ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഓൺലൈൻ സർവീസസ്. വളരെ വിശാലമായിട്ടുള്ള ഓൺലൈൻ സർവീസുകളും പേഷ്യൻസിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഇവന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിന് അതനുസരിച്ച് ആളുകളെ അറിയിക്കാനോ അവരെ ഇൻഫോം ചെയ്യാനോ ഹോസ്പിറ്റൽസിന്റെ അകത്തിരുന്നുകൊണ്ട് തന്നെ അവർക്ക് അത് ഇൻഫോം ചെയ്യാനോ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയുണ്ട്. നമ്മളിപ്പോ ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ പോകുന്നു, അവര് നമ്മളെ ട്രീറ്റ് ചെയ്ത് വിടും. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഒരു വെൽനെസ് എത്ര ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പബ്ലിക് റിലേഷൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്
ചെയ്യുന്ന ഒരു ഉപാധിയാണ്. ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മള് ഇപ്പൊ വീണ്ടും ഡോക്ടർ ഒന്നുകൂടി വന്ന് കണ്ടു ചെക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത്, അവരുടെ എങ്ങനെയുണ്ട് അസുഖത്തെ കുറിച്ചൊന്ന് അന്വേഷിക്കുന്നതൊക്കെ ഇന്ന് കുറച്ചും കൂടി ഒരു റിലേഷൻസ് ബോണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇതിനൊക്കെ ഓൺലൈൻ സർവീസസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ യൂസിങ് ദിസ് IT ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ദേ ക്യാൻ ഇംപ്രൂവ് ദിസ് അവരുടെ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ എ വെരി സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRD, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് IT കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന 4 ഡിപ്പാർട്ട്മെന്റ് കൂടി നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ഭാഗമാണ്? എന്താ, ഏത് ചാപ്റ്ററിന്റെ പേര് പറയാമോ? ചാപ്റ്ററിന്റെ പേര് പറയാമോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേരൊന്ന് പറയോ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലാണ്. വെരി ഗുഡ്. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ഏതൊക്കെയാണ് ആ 3 ഡിപ്പാർട്ട്മെന്റുകള്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൂടി നമുക്ക് ഇനി ബാക്കി പഠിക്കാൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സർവീസസിലെ ഔട്ട് പേഷ്യന്റ് സർവീസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൂടാതെ സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ച് നമുക്ക് ലാസ്റ്റത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 3 ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓക്കെ, 3. എന്താണത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ റിസോഴ്സ് എന്തായിരിക്കും? ആ വാക്കിൽ നിന്ന് എന്തെങ്കിലും വ്യക്തമാണോ? എന്താണോ ഹ്യൂമൻ റിസോഴ്സ്? അവിടുത്തെ എംപ്ലോയീസ്, വർക്കേഴ്സ്, എംപ്ലോയീസ്, സ്റ്റാഫ് എല്ലാവരും തന്നെ അല്ലെ. ഹ്യൂമൻ പവർ ഏത് ഓർഗനൈസേഷനും വിത്തൗട്ട് അല്ലെങ്കിൽ അവോയ്ഡിങ് ഹ്യൂമൻ റിസോഴ്സ് ദേ കനോട്ട് വർക്ക് വെൽ അല്ലെ. ഒരു ഓർഗനൈസേഷനും കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത്? ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻ പവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് എത്ര തന്നെ ടെക്നോളജി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അല്ലെ, അത് യൂസ് ചെയ്യുന്ന ഹ്യൂമൻ പവർ ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും അതിന്റെ ഡെവലപ്മെന്റിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോ ഒരു ഓർഗനൈസേഷനിൽ there may be a lot of employees, staff, workers, etc. അല്ലെ, ഒരുപാട് ഉണ്ടാകും. ആൻഡ് ഓൾ ടുഗദർ they are known as human resource. അവരെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ആണ് നമുക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ വേറെ പഠിക്കാൻ അടുത്ത മൊഡ്യൂളുകളിൽ. അപ്പൊ അന്നേരം നമ്മളത് കൂടുതലായിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മെയിൻ എയിം, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഓഫ് എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇപ്പൊ അത് ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. HRA എന്ന് നമ്മൾ പറയും, ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ. HRA ഒരു കോഴ്സ് തന്നെ ഉണ്ട് അതിനുവേണ്ടി പഠിക്കാനായിട്ട്. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. PRO, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, അതിന് വേണ്ടിയിട്ടുണ്ട് 6 months കോഴ്സ് ഒക്കെ ഉണ്ട്. അത് എന്താ പറയാ, ഏത് ഓർഗനൈസേഷനിലും ഇവരെയൊക്കെ മാനേജ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭത്ത് അല്ലെ, മനുഷ്യ സമ്പത്ത് അല്ലെങ്കിൽ മനുഷ്യ വിഭവം, ഇതിനെയൊക്കെ മാനേജ് ചെയ്യണം. ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. രാവിലത്തെ സ്വഭാവമായിരിക്കില്ല ഉച്ചക്കത്തെ സ്വഭാവമായിരിക്കില്ല വൈകുന്നേരം. ഒരു ഹ്യൂമനിൽ തന്നെ പല പല നേച്ചേഴ്സ് പല സമയങ്ങളായിട്ട് പ്രകടമാകും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഹ്യൂമൻ ഉണ്ടെങ്കിൽ, മനുഷ്യരുണ്ടെങ്കിൽ, വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും മാനേജ് ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കോ? ഇല്ല. അത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. സോ അത് മാനേജ് ചെയ്യണം. അപ്പൊ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെയിൻ എയിം ഈസ് ടു റിക്രൂട്ട് എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സ്. നല്ല കാര്യശേഷിയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ
ഓർഗനൈസേഷനിൽ ഈ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട എയിം. അപ്പൊ അത് ഹോസ്പിറ്റലിലാവുമ്പോൾ ഹോസ്പിറ്റലിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് വർക്കിംഗ്, ഹോസ്പിറ്റലിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷനിൽ അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ അവര് സ്റ്റാഫുകളൊക്കെ ഫോളോ ചെയ്യണം എന്നതൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നതുകൂടി ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ. ഇനി മാത്രമല്ല ഇറ്റ് ഓൾസോ എയിംസ് എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക, പ്രധാനമായിട്ടും നല്ല കാര്യക്ഷമതയുള്ള ആൾക്കാരെ ജോലിക്കൊക്കെ നിയമിച്ചു. ഇവരെപ്പോഴും ജോലി ചെയ്യണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ടിരുന്ന മാത്രം പോരാ. എന്ത് ചെയ്യണം? അവർക്ക് അവരുടേതായ രീതിയിൽ പേഴ്സണൽ ആയിട്ട് ആ ജോലി ചെയ്യുന്നത് കൊണ്ട് വെദർ ദേ ആർ ഗെറ്റിംഗ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? എംപ്ലോയീസ് എത്രത്തോളം ആ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് അത് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കണം. മാത്രമല്ല ദേ ഹാവ് ടു പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓരോ ഓർഗനൈസേഷനും, ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും അവർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യാനുള്ള ചുറ്റുപാടുകൾ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതും അത് ഒരു പോയിന്റ് ആണ്. മാത്രമല്ല ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ പറയാ പണ രൂപത്തിലോ അല്ലാതെയോ ഒക്കെ ചില ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ പറയാ ചില ഇതുപോലെയുള്ള ചില മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റുകളൊക്കെ കിട്ടുമ്പോൾ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആകും, കുറച്ചുകൂടി നല്ല രീതിയിൽ ജോലി ചെയ്യണം. കാരണം എനിക്ക് അതുകൊണ്ട് കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. എന്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുക, എന്റെ സാലറി വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഇതുപോലെയുള്ള സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ എനിക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതുകൂടി മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് ഇത്തരം ബെനിഫിറ്റുകൾ കൂടി ഇടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടി അവരുടെ എയിമാണ് ആരുടെ ഹ്യൂമൻ റിസോഴ്സസ്. ഇത് ഇല്ലാതെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതായത് ഇടയ്ക്ക് ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാതെ. മാത്രമല്ല ദേ ഹാവ് ടു പ്രൊവൈഡ് കോമ്പൻസേഷൻ ഫോർ ദ സർവീസസ് റെൻഡേർഡ്. എംപ്ലോയീസ് അവര് കൊടുക്കുന്ന സേവനങ്ങൾക്ക് അവരെന്തൊക്കെയാണോ ഓരോ ഓർഗനൈസേഷന് വേണ്ടി ഓരോ എംപ്ലോയീസും ചെയ്യുന്നത് അവർക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൂടി കൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ എയിമുകളാ ഉള്ളത്? ഹ്യൂമൻ റിസോഴ്സിന് ഒരുപാടുണ്ട്, ഓരോ വരിയിലും ഓരോ എയിമുകളുണ്ട്. റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് എംപ്ലോയീസ്, നല്ല കാര്യക്ഷമതയുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുക. മാത്രമല്ല ക്രിയേറ്റ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ട പോളിസീസും പ്രൊസീജിയേഴ്സും അത് അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എൻഷുറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, പ്രൊവൈഡ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്, അതും ഒരു കാര്യമാണ് ആർക്ക്? എംപ്ലോയീസിന്. മറ്റൊന്ന് പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ദ എംപ്ലോയീസ് ഫോർ ദെയർ വർക്ക്സ് ഓർ സർവീസസ് റെൻഡേർഡ്. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അവർക്ക് പരമാവധി അതിന് റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകാരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ എയിംസ്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സിന്റെ പോയിന്റ് മനസ്സിലായോ? ഇവിടെ ഈ പോയിന്റിനകത്ത് എന്താണ് ഇവരുടെ എയിം? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തുള്ളതാണ്, ഭരണപരമായ കാര്യമാണ്. അപ്പൊ അവിടെ കുറെ നിയന്ത്രണങ്ങൾ, മാനേജ്മെന്റുകൾ, കൺട്രോളുകളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അത് ഇങ്ങനെ ഒരു സേവനം പോലെയാണ്. മറ്റേതിലൊക്കെ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക സേവനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകും. So that we can finish this chapter. കുഴപ്പമില്ലല്ലോ, ഉണ്ടോ? മനസ്സിലായി മാം. മനസ്സിലായി. Then the next one, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ഡിവിഷൻ ആണ്, ക്ലാസിഫിക്കേഷൻ ആണ് ഫിനാൻസ്. ഫിനാൻസ് എന്താ? It handles the problems related to ഫിനാൻഷ്യൽ ആസ്പെക്ട്സുകളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പണം എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തൊക്കെ കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നു, ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് അതിന്റെയൊക്കെ അക്കൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ they have to make some budgets, അതായത് ഓരോ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ എങ്ങനെയൊക്കെയാണോ ഹാഫ് ഇയർലിയോ അവരുടെ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടുള്ള ചില ബഡ്ജറ്റുകൾ കീപ്പ് ചെയ്യാം. മരുന്നുകൾ എത്ര വേണ്ടി വരും,
എത്ര മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട് ഓരോ മാസത്തിലും, അപ്പൊ അതനുസരിച്ച് എത്ര കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്യണം, എത്ര ഇൻകം വരുന്നുണ്ട്, അതിൽ നിന്ന് എത്ര എക്സ്പെൻസുകൾ വരുന്നുണ്ട്, ഇതൊക്കെ പ്ലാൻ ചെയ്യുക. അതായത് മുൻകൂട്ടി ബഡ്ജറ്റുകളൊക്കെ ഉണ്ടാക്കുക, ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വരുമാനം മൊത്തത്തിലാണ്, അത് മൊത്തത്തിലാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. ഒറ്റ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിൽ ഓരോ ഇപ്പൊ കാർഡിയോളജിക്ക് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഓർത്തോന് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പീഡിയാട്രിക്സിന് അങ്ങനെയില്ല. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒറ്റ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. അപ്പൊ പണം വരുന്നത് പോകുന്നതൊക്കെ ത്രൂ ഈ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലൂടെ ആയിരിക്കും. ആൻഡ് ദ ഇൻകം, അവിടെ വരുന്ന ആ സോഴ്സ്, ആ ഒരു ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സസ്, ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് എമംഗ് ഓൾ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിന്റെയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഡിവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അപ്ഗ്രഡേഷൻ, ഡെവലപ്മെന്റ്. അതുപയോഗിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് ഏതൊക്കെ രീതിയിൽ വികസിപ്പിക്കാം, ഡെവലപ്പ് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ഷുഡ് ബി ഡിവൈഡഡ് എമംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ദ അപ്ഗ്രഡേഷൻ. അവരുടെ അപ്ഗ്രഡേഷന് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ സ്രോതസ് അവർക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ദേ ഓൾസോ പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ സ്റ്റാഫ്. വേജ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആരൊക്കെയുണ്ടോ, എത്ര പേരുണ്ട്, അവരുടെ പേറോളൊക്കെ ശരിയാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സാലറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ അതൊക്കെ അവർ തയ്യാറാക്കണം. അതും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുക. മാത്രമല്ല ദേ ഓൾസോ ഓവർസീ പർച്ചേസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്, ഫാർമസ്യൂട്ടിക്കൽസ്. ഹോസ്പിറ്റലിലേക്ക് വേണ്ട മരുന്നുകളും മരുന്ന് അല്ലാത്ത ബാക്കി സാധനങ്ങളും ഒക്കെ വാങ്ങുന്നതും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കാശ് പോകുന്നത്. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓവറോൾ അത്രേ ഉള്ളൂ, ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേ ഹാവ് ദ പവർ ടു ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുക. അതാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ. എല്ലാ പ്രവർത്തനത്തിലും അപ്പൊ ഇവിടുത്തെ കണ്ണു വേണം, അഡ്മിനിസ്ട്രേഷന്റെ കണ്ണു വേണം. ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ഓൾ ദ പേപ്പർ വർക്ക് ഓഫ് ദ ഹോസ്പിറ്റൽ. പേപ്പർ വർക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ they have to make sure, they have to ensure that each and every department follows the administrative procedures of the hospital. ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റലിന്റെ നിയമങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുകളോ ഏതെങ്കിലും ഒരു വിഭാഗമോ ഇതിൽ നിന്ന് വ്യതിചലിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they have to take actions against them. അവരതനുസരിച്ച് അവരോട് അതിന് എതിരെ ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ എല്ലാവരും തോന്നിയ പോലെ ആകില്ലേ അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത്. ഓവറോൾ ഒരു സൂപ്പർവിഷൻ ആണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് they have to make sure that all departments follow the strict procedures of the hospital. ഹോസ്പിറ്റലിന്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനകത്ത് ഓർഗനൈസിങ്, സപ്പോർട്ടിംഗ് ദ പേഷ്യൻസ്, ടോട്ടൽ മെഡിക്കൽ കെയർ ആണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വരുമ്പോൾ മൊത്തത്തിൽ അവരുടെ കെയറിങ് അത് ഈ വിഭാഗത്തിലാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ, HR, ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കയ്യിലാണ്. എല്ലാ ഒരു പേഷ്യൻസിന് ടോട്ടൽ കിട്ടേണ്ട കെയർ എല്ലാം തന്നെ യാതൊരു പ്രശ്നവും കൂടാതെ കിട്ടുന്നുണ്ട് എന്നുള്ളത് അവരവിടെ നിന്ന് വന്നു പോകുന്ന ഒരു എപ്പിസോഡ് ഓഫ് ഇൽനെസ് അവർ വരുമ്പോ, ഒരു രോഗത്തിന്റെ ആ ഒരു ദൈർഘ്യം ഉണ്ടല്ലോ, ആ ഒരു ഇതിനുമായിട്ട് അവർ വരുമ്പോൾ അതെല്ലാം ഫുൾ അവിടുന്ന് ടോട്ടൽ ഹെൽത്ത് കെയർ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ഫംഗ്ഷൻസ് ആൻഡ് സർവീസ്. മറ്റെല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയാണ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ടു ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട സെന്റൻസ് അതാണ്. ഓരോ ദിവസത്തെയും നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണുക. മാത്രമല്ല ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഫോളോസ് ദ സ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഉറപ്പുവരുത്തുകയും ഇവരുടെ ഒരു ചുമതലയാണ്. Okay, but these are the administration departments, administrative department of a hospital. മൂന്നെണ്ണാണ്: HR, human resource, finance and administration. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ മൂന്നെണ്ണം.
വായിച്ചോ? വായിച്ചേ. ഓക്കെ. അപ്പൊ ഒന്ന് നോട്ടില് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുക്കാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാണ്. അടുത്ത ദിവസം നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി വരിക കേട്ടോ. വെദർ ഇറ്റ് മേ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓർണോ, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകണമെന്ന് മാത്രം നിർബന്ധമില്ല. മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തരും. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി അത് ആൻസർ ചെയ്യാൻ വേണ്ടിയെങ്കിലും നമ്മൾ അതൊന്ന് വായിച്ചു നോക്കുമല്ലോ നോട്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരും. പെട്ടെന്ന് എഴുതിയെടുത്തോ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ വിട്ടു പോകും. അടുത്ത ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഓവറോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി എല്ലാ ദിവസവും 5 വീതം തരുന്നുണ്ട്. കൂടാതെ ഇതൊന്ന് കുറച്ചും കൂടി നോട്ട് ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. നോട്ട് എടുത്തു വെക്കാം. ഹോസ്പിറ്റൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്നുള്ളത് ഹെഡിങ് എഴുതി വെക്കാം. ചാപ്റ്റർ നമ്പർ 5 ആണ്. ചാപ്റ്റർ നമ്പർ വേണം നിർബന്ധമൊന്നുമില്ല. ചാപ്റ്റർ ഹെഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ ഹെഡിങ് നോക്കിയാൽ മതി. നമ്പർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്സ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്സ്, ഓപ്ഷൻസ് ഒന്നും തരില്ല, നിങ്ങൾ വായിച്ചു നോക്കി ആൻസർ കണ്ടെത്തും. ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്സ് പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ. People come to hospital only for consultations, only for consultation and not for admission. Only for consultation and not for admission. In dash department, people come to the hospital only for consultation and not for admission. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. dash are usually appointed to handle OPD. Dash are usually appointed to handle OPD. അടുത്ത ക്വസ്റ്റ്യൻ. Casualty departments is also known as dash. Casualty department is also known as dash. Next one. Dash departments works around the clock. Work, WORKS, works around the clock. And works around the clock and is equipped with all kinds of emergencies. And is equipped, EQUIPPED, equipped with all kinds of emergencies. Equipped with all kinds of emergencies. Next one. Dash is a severe pain.
severe, severe, severe pain in chest, chest, severe pain in chest, often, often, often spreading to the shoulders, comma, arms, 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 and neck, 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 due to inadequate blood supply, inadequate blood supply to heart, inadequate blood supply to heart, HEART. നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ നോട്ട് ചിലതൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞ് തരാറുണ്ട് കേട്ടോ. ആ നോട്ട് കൂടി എടുത്തു വെച്ച് നോക്കേണ്ടി വരും. ചിലതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് നമുക്ക് നോട്ടിൽ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും കേട്ടോ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. Cardiology is a department. Cardiology is a department. Cardiology is a department that deals with problems of dash. Problems of dash. എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ പറയുന്ന ക്വസ്റ്റ്യൻ? പറ്റുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡ് CAD. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണം. CAD നെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡാഷ് deals with surgical treatment of heart and blood vessels. Dash is a surgical treatment of heart and blood vessels. Next one, what all procedures are involved in cardiac surgery. What all procedures are involved in cardiac surgery? Next one, which are the three types of anesthesiology? Which are the three types of anesthesiology? ANES, THESIOLOGY. Anesthesiology. Which are the three types of anesthesiology? Next one, dash is an example of regional anesthesia. Regional, REGIONAL, regional anesthesia. Regional anesthesia കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ അവിടെ വായിച്ചൊക്കെ കിട്ടും. നെക്സ്റ്റ് വൺ, what are the
things to be, things, THINGS. What are the things to be monitored? MONITORED. Monitored, MONITORED. Monitored during the surgery. During the surgery made by anesthesiologist. Anesthesiology അതിന്റെ കൂടെ ഒരു IST കൂടി എഴുതണം കേട്ടോ. Y മാറ്റി IST എഴുതുക. അനസ്തേഷ്യോളജിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടതെന്ന് ഒരു സർജറി നടക്കുന്ന സമയത്ത്, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പേ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കണം, ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, intensive care unit is also known as dash. Intensive care unit is also known as dash. Intensive care unit is also known as dash. Next one. What is the other name for? What is the other name for intensive care unit? Intensive care unit. What is the other name for intensive care unit? Next one. Dash is the science that deals with. Dash is the science. SCIENCE. Dash is the science that deals with diagnosis and treatment of diseases of skin, hair, and nails. Skin, hair, and nails. Dash is the science that deals with the diagnosis and treatment of diseases of skin, hair, and nails. Okay, next one. And the question. ENT surgeon is also known as. ENT surgeon is also known as dash. Is also known as dash. ENT surgeon is also known as dash. Next one. Which of the following is not treated under ENT department? Which of the following is not treated under ENT department? ENT ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യപ്പെടാത്തത് ഏതാണെന്ന് താഴെ പറയുന്നതിന് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നമുക്ക് ഓപ്ഷൻസ് വേണം. അപ്പൊ അതിന് ഓപ്ഷൻസ് എന്തായാലും എഴുതണം. ഓക്കെ, എഴുതുക. താഴെ എ, ഓപ്ഷൻ എ സ്നോറിംഗ്, SNORING, സ്നോറിംഗ്. ഓപ്ഷൻ ബി വോയിസ് ഡിസോർഡേഴ്സ്, വോയിസ്, VOICE, വോയിസ് ഡിസോർഡേഴ്സ്. താഴെ പറയുന്നതിൽ ഏതാണ് ട്രീറ്റ് ചെയ്യപ്പെടാത്തതെന്നാണ് ENT-യില്. വോയിസ് ഡിസോർഡേഴ്സ്. സി തൈറോയിഡ് ഡിസോർഡേഴ്സ്, തൈറോയിഡ്, THYROID, തൈറോയിഡ് ഡിസോർഡേഴ്സ്.
And option D, tear duct problem. Tear duct problem. ENT-യിൽ ചികിത്സിക്കാത്തത് ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ടിയർ ഡക്ട് പ്രോബ്ലം 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിലേതാണെന്ന് ആൻസർ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ ആയി? എത്ര ക്വസ്റ്റ്യൻ ആയി? നമ്പർ ഇട്ട് എഴുതിയോ? 17 കഴിഞ്ഞു. 17. ഓക്കെ. The system that includes pancreas, P-A-N-C-R-E-A-S, pancreas, hypothalamus, H-Y-P-O-T-H-A-L-A-M-U-S, hypothalamus, adrenal and pituitary glands, adrenal, A-D-R-E-N-A-L, adrenal and pituitary, P-I-T-U-I-T-A-R-Y, pituitary glands, etc. is dash. Is dash. Next question. The medical super speciality that deals with the study of hormones and hormone related glands. Hormone related glands is called dash. Hormones and hormone related glands is called dash. Next one. Which of the following is treated under geriatrics and geriatrics, G-E-R-I-A-T-R-I-C-S, geriatrics and endocrinology. ഇത് രണ്ടിലും ജെറിയാട്രിക്സിലും എൻഡോക്രൈനോളജിയിലും ഒരുപോലെ ചികിത്സിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് കേട്ടോ. രണ്ടും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, കോമൺ ആയിട്ടുള്ളതാണത്. അതിലേതാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഓപ്ഷൻസ് വേണ്ടി വരും. താഴെ ഓപ്ഷൻസ് ചെയ്താൽ ഓപ്ഷൻ എ കോമൺ ആയിട്ടുള്ളത് ഒക്കെ ചോദിക്കണം രണ്ടിലും. ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, LOCOMOTERS, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, LOCOMOTORS, locomotor problems. Option B, bone disease, bone, B-O-N-E, bone disease. Option C, stroke, S-T-R-O-K-E, stroke. And option D, diabetes, D-I-A-B-E-T-E-S, diabetes. Next one.
Dash is a physician. Dash is a physician who is not specialized in one particular area of medicine. Who is not specialized in one particular area of medicine. Is not specialized in one particular area of medicine. എത്ര ക്വസ്റ്റ്യൻ ആയി? 20 ആയോ? 20 ക്വസ്റ്റ്യൻ ആയോ? 21. 20. അപ്പൊ 20 ആൻസേഴ്സ് 20 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കരുത്. അപ്പൊ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ചാപ്റ്ററിന്റെ ഇപ്പൊ എന്താ പറയാ, ജെറിയാട്രിക്സ് വരെയുള്ള ടോപ്പിക് അവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നെ 20 ക്വസ്റ്റ്യൻ ജെറിയാട്രിക്സിന്റെ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ 1-2 പ്രാവശ്യം അവിടെ വരെ ഒന്ന് ആവർത്തിച്ച് വായിക്കുക. നോക്കി വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് വായിച്ചു നോക്കി ആൻസർ തന്നെ ഇതായിട്ട് നോക്കും. അപ്പൊ പിന്നെ വായിക്കണ്ടല്ലോ. അല്ലാതെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടോ ഇത് അവിടെ വരുന്നത് മറ്റേ പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന പോലെ ആവരുത്. നമ്മളുടെ പഠിക്കേണ്ട ഒരു വിഷയമല്ലേ. കഥയെ തന്നിട്ട് കഥയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തന്ന് ആൻസർ എഴുതുന്ന പോലെയല്ല. കഥയല്ല, ഇത് കാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളത് വായിച്ചു നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിന്റെ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട്. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ 20 ക്വസ്റ്റ്യൻ മതി. ബാക്കി ക്വസ്റ്റ്യൻ നാളെ എഴുതാം. ഇന്ന് ഇത്രയും കൂടി നിർത്തിയിട്ടില്ല. ഈ ചാപ്റ്ററിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എഴുതും. ഇതിനകത്ത് നമ്മൾ ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്. ഏതാണെന്ന് അറിയാമോ? അടുത്തൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്, ഫാർമസിയെ കുറിച്ചിട്ട്. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഓരോന്ന് ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കുറെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ CSSP പഠിക്കാനുണ്ട്, എന്താ പറയാ റേഡിയോളജി പഠിക്കാനുണ്ട്, അതുപോലെ എന്താ പറയാ മറ്റേ ഹൗസ് കീപ്പിങ്ങിന്റെ ലോണ്ടറി ആൻഡ് ലിനൻ അതിന്റെ ഒക്കെ പഠിക്കാനുണ്ട്, ലബോറട്ടറി സർവീസസ് ലാബിന്റെ പഠിക്കാനുണ്ട്, അങ്ങനെ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ പോലെ തന്നെ ഒരു ചാപ്റ്ററാണ് ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഫാർമസി എന്താണ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയൊന്ന് വായിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിയേ. സിമ്പിൾ ആണ്. ഫാർമസി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇഫ് ദർ ആർ മെനി ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഫാർമസി. ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിനകത്ത് ഫാർമസി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് തന്നേക്കുന്നത് അങ്ങനെയാണ്. ഹോസ്പിറ്റലിന്റെ ഫാർമസിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാ പറയണം, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് ഫാർമസി എമംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. രോഗിയെ പരിശോധിക്കുന്നു, ഡയഗ്നോസിസുകളൊക്കെ നടത്തുന്നു, മരുന്ന് എഴുതുന്നു, പക്ഷെ മരുന്ന് കൊടുക്കാണ് അല്ലെ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവന്ന് അത് എന്താ പറയാ ആദ്യം തന്നെ കൊണ്ടുവരിക, അതാണ് പ്രൊക്യൂർമെന്റ്. വാങ്ങിക്കുക, സ്റ്റോർ ചെയ്യുക, കോമ്പൗണ്ട് ചെയ്യുക, ചിലപ്പോൾ മിക്സ് ചെയ്യേണ്ടി വരും, മിക്സ് ചെയ്ത് പുതിയതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഡിസ്പെൻസ് ചെയ്യുക, അല്ലാതെ അതായത് ആളുകൾക്ക് ഇൻപേഷ്യൻസിനായിക്കോട്ടെ ഔട്ട് പേഷ്യൻസിനായിക്കോട്ടെ വാർഡുകളിലേക്കോ അത് ഡിസ്പെൻസ് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, പുതിയത് ഉണ്ടാക്കുക, ടെസ്റ്റിംഗ് നടത്തുക. ചില മെഡിസിൻസ് ഒക്കെ ഇവർ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ. പിന്നെ പാക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. മറക്കരുത്, ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഹാൻഡിൽസ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാം. ഇനി മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ റിലേറ്റഡ് വിത്ത് ദ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച്. അപ്പൊ ഫാർമാസ്യൂട്ടിക്കൽ സർവീസസിനകത്ത്, അതായത് നമ്മുടെ മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില പഠനങ്ങൾ നടത്താനും അതിനനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫാർമസി ഉപയോഗിക്കുന്നുണ്ട്. അതായത് പുതിയ പുതിയ രോഗങ്ങളായിട്ട് വരുമ്പോൾ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തണമല്ലോ. ചില മരുന്നുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായാൽ മാത്രമേ അത് പേഷ്യൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന മരുന്ന് കൊണ്ട് എടുത്തായിരുന്നു നമ്മള് വീട്ടിൽ പോകുന്നു അല്ലെ. നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റൽസിലെ.
മാത്രമല്ല it is also governed by the professionally efficient qualified ആയിട്ടുള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളാണ് ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ, അവരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഹോസ്പിറ്റലിന്റെ മെയിൻ ഫാർമസിസ്റ്റ് ദേ ആർ അക്കൗണ്ടബിൾ മീൻസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, പുതിയ പുതിയ മെഡിസിൻസ് ഓർഡർ ചെയ്യാനും അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും സെക്യൂർ ചെയ്യാനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യാതെയും വേസ്റ്റ് ആക്കി കളയാതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെ സ്റ്റോർ ചെയ്യണം, അതിനെ സെക്യൂർ ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റൽസിലെ മെഡിസിൻസ് ഒക്കെ ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടുത്തും ചിട്ടയായിട്ട് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഓൾസോ ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് there is adequate supply of medicine. ആവശ്യ സമയങ്ങളിൽ കൃത്യമായ സപ്ലൈ മെഡിസിൻ ഉണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഒരു കാരണവശാല് ഇന്ന മെഡിസിൻ ഇല്ല എന്നൊരു കണ്ടീഷൻ വരാൻ പാടില്ല. റെഗുലർ ആയിട്ട് അവർക്ക് വേണ്ടി വരുന്ന ഒരു മെഡിസിൻ ആണെങ്കിൽ അതിന്റെ adequate സപ്ലൈ അവർ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇന്ന മരുന്നോ അയ്യോ ഇല്ല. അപ്പൊ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഫാർമസിസ്റ്റിനെ ആയിരിക്കും, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനെ. കാരണം അവരാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഫാർമസി എന്താണ്, ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നതെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ട്. ഒരു 4 പോയിന്റ് ഉള്ള ഇൻട്രൊഡക്ഷൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇവര് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. പിന്നെ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള സർവീസസും ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇറ്റ് ഈസ് ഗവേൺഡ് ആൻഡ് ഹാൻഡിൽഡ് പ്രൊഫഷണലി ബൈ ദ എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് ഫാർമസിസ്റ്റുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഡറിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. മെഡിസിൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ ഡ്രഗ്സ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നതിനും അത് ഓർഡർ ചെയ്യുന്നതിനും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനും സെക്യൂർ ചെയ്യുന്നതിനും റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. മാത്രമല്ല ദേ ഹാവ് ടു എൻഷുർ ദ adequate സപ്ലൈ ഓഫ് മെഡിസിൻസ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ adequate ഉള്ള സപ്ലൈ മെഡിസിൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇവരാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൂടി നമ്മളൊന്ന് ഇതിന്റെ ഒപ്പം കഴിയുന്ന ക്ലാസ് അവസാനിപ്പിച്ചതൊക്കെ കൂടി പഠിച്ചു എന്നിട്ട് വായിച്ചിട്ട് വരാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ ഫാർമസി തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു.